നമസ്കാരം. ഉമ്മൻചാണ്ടിയുടെ രോഗം കണ്ടെത്തിയപ്പോൾ തന്നെ ഉചിതമായ ചികിത്സ നൽകിയിരുന്നെങ്കിൽ കുറച്ചുനാൾ കൂടി അദ്ദേഹം ജീവിച്ചിരുന്നേനെ എന്ന് പ്രസ് സെക്രട്ടറി ആയിരുന്ന പി.ടി. ചാക്കോയുടെ തുറന്നെഴുത്ത് ചർച്ചകളിൽ. ബുധനാഴ്ച പ്രകാശനം ചെയ്ത പി.ടി. ചാക്കോയുടെ ഉമ്മൻചാണ്ടിയുടെ ജീവചരിത്രം വിസ്മയതീരത്ത് എന്ന പുസ്തകത്തിലാണ് ഈ പരാമർശമുള്ളത്. ഏറെ വിവാദമായി ഇത് മാറിയേക്കും. രോഗം നേരത്തെ കണ്ടെത്തിയതിനാൽ ഉചിതമായ ചികിത്സ ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹം കുറച്ചുനാൾ കൂടി ജീവിച്ചിരിക്കുമായിരുന്നുവെന്ന് മെഡിക്കൽ വിദഗ്ധർ വിലയിരുത്തി. കീമോതെറാപ്പിയോ റേഡിയേഷനോ ചെയ്താൽ അതോടെ ശബ്ദമില്ലാതാകുമെന്നും കോലം കെട്ടുപോകുമെന്നും മരണത്തിലേക്ക് തള്ളിവിടുമെന്നും വീട്ടുകാരിൽ ചിലർ ഭയന്നു എന്നാണ് പുസ്തകം പറയുന്നത്. ദീർഘകാലത്തെ ചികിത്സ വേണ്ടി വന്നതിനാൽ ഉമ്മൻചാണ്ടിയുടെ കുടുംബം കടുത്ത സാമ്പത്തിക പ്രയാസങ്ങളിലുമായി. സംസ്ഥാന സർക്കാർ MLA എന്ന നിലയിൽ 63.45 ലക്ഷം രൂപ അനുവദിച്ചതോടെയാണ് ആശ്വാസമായത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇടപെടലിനെ ഓരോ ഘട്ടത്തിലും ചാണ്ടിയുമ്മൻ സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചതിന്റെ നാൾ വഴിയുണ്ട്. 2004 മുതൽ ഉമ്മൻചാണ്ടിയുടെ ഒപ്പം ഉണ്ടായിരുന്ന പി.ടി. ചാക്കോയുടെ അനുഭവക്കുറിപ്പുകളാണ് പുസ്തകത്തിലുള്ളത്. DC ബുക്സ് ആണ് പ്രസാധകർ. 2017 തന്റെ പ്രൊമോഷൻ ഉമ്മൻചാണ്ടി ഇടപെട്ടതും 24 മണിക്കൂറിനുള്ളിൽ ഉത്തരവിറങ്ങിയതും സ്മരിക്കുന്നുണ്ട്. ഇൻഫർമേഷൻ ഓഫീസറായിരുന്ന എനിക്ക് ഡെപ്യൂട്ടി ഡയറക്ടറായി പ്രൊമോഷൻ, പോസ്റ്റിംഗ് ഡൽഹിയിൽ. ഏറ്റവും സീനിയറും വിരമിക്കാൻ 1-2 മാസമുള്ള എന്നെ ഡൽഹിക്ക് അടിച്ചാൽ അത് വിവാദമാകില്ലേ എന്നോ മറ്റോ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിച്ചത്രേ. പല കാരണങ്ങളാൽ ഫയൽ തീരുമാനത്തിലെത്താതെ കിടന്നു. അറ്റകൈ പ്രയോഗം. ഉമ്മൻചാണ്ടിയുടെ കാര്യം പറഞ്ഞു. അദ്ദേഹം രാത്രിയിൽ തന്നെ പിണറായിയെ വിളിച്ചു. അടിയന്തരമായി ഫയൽ വിളിച്ചു വരുത്തിയ മുഖ്യമന്ത്രി പിറ്റേന്ന് 5 മണിക്ക് മുമ്പ് പ്രൊമോഷൻ ഉത്തരവ് കൊടുക്കണമെന്ന് അന്ത്യശാസനം. പിന്നെ സെക്രട്ടേറിയറ്റിൽ നിന്ന് വിളിയോട് വിളി. ഈ ഉത്തരവ് വാങ്ങിയേ പോകാവുള്ളൂ എന്ന് പി.ടി. ചാക്കോ പറയുന്നു. സോളാർ തട്ടിപ്പിലെ വിവാദ ഫോൺ സംഭാഷണം പുറത്തു വന്നത് ഗ്രൂപ്പ് പോരിന്റെ തുടർച്ചയിലാണെന്നും പുസ്തകത്തിലുണ്ട്. CPM പോളിറ്റ് ബ്യൂറോ അംഗത്തിന് രഹസ്യമായി സംഭാഷണം എത്തിച്ചു നൽകുകയും പാർട്ടി ചാനലിന്റെ കോഴിക്കോട് ലേഖകന് വിവരം നൽകുകയും ചെയ്തു. മുഖ്യമന്ത്രി ഓഫീസിലെ ഉന്നതനും ഉമ്മൻചാണ്ടിയെ ലക്ഷ്യം വെച്ചാണ് സംഭാഷണം പുറത്തുവിട്ടത്. സംശയം തോന്നാതിരിക്കാനാണ് പാർട്ടി ചാനലിന്റെ കോഴിക്കോട് ലേഖകനെ ഏൽപ്പിച്ചത്. പിന്നിൽ പ്രവർത്തിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതനും PRD ഉദ്യോഗസ്ഥനുമാണെന്നും പി.ടി. ചാക്കോയുടെ പുസ്തകത്തിൽ പരാമർശിക്കുന്നു. 2016 തെരഞ്ഞെടുപ്പ് കാലത്ത് വൻ തുകയുമായി എത്തിയ അദാനിയുടെ ആൾക്കാരെ ഉമ്മൻചാണ്ടി തിരിച്ചയച്ചെന്നും പി.ടി. ചാക്കോ പറയുന്നു. കോൺഗ്രസിൽ ആരും അദാനിയിൽ നിന്ന് പണം വാങ്ങില്ലെന്ന് ഉറപ്പാക്കുകയും ചെയ്തു. 2016 തെരഞ്ഞെടുപ്പ് കാലത്ത് വിഴിഞ്ഞം തുറമുഖ ഉടമ അദാനിയുടെ ആൾക്കാർ സാമാന്യം നല്ലൊരു തുകയുമായി ഉമ്മൻചാണ്ടിയെ കാണാനെത്തി. വാങ്ങിയാൽ വിഴിഞ്ഞം പദ്ധതി അദാനിക്ക് നൽകിയത് പണത്തിന് വേണ്ടിയെന്ന വ്യാഖ്യാനം വരും. അതിനാൽ 1 രൂപ പോലും വാങ്ങില്ലെന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടി മടക്കിയെന്നാണ് പി.ടി. ചാക്കോയുടെ പുസ്തകത്തിലുള്ളത്. UDFന് വലിയ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാക്കിയ ബാർ പൂട്ടൽ വേണമായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ഉമ്മൻചാണ്ടി മറുപടിയൊന്നും പറഞ്ഞില്ല. KPCC പ്രസിഡന്റായി VM സുധീരനെ തീരുമാനിച്ചതിൽ കടുത്ത നീരസിലായിരുന്ന ഉമ്മൻചാണ്ടിയെ AICC നേതാക്കൾ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിടാൻ കൊച്ചിയിലെത്തിയ സോണിയാഗാന്ധിയെ കൊച്ചിയിൽ സ്വീകരിക്കാൻ ഉമ്മൻചാണ്ടി പോയില്ല. സോളാർ വിവാദകാലത്ത് കടപ്പളമറ്റത്തെ പരിപാടിയിൽ സരിത ഉമ്മൻചാണ്ടിക്ക് പിന്നിൽ നിൽക്കുന്ന ഫോട്ടോ പുറത്തു വന്നു. ഈ പരിപാടിയുടെ വീഡിയോ പാലായിലെ ഒരു സ്റ്റുഡിയോയിൽ നിന്ന് താൻ സംഘടിപ്പിച്ചതെന്ന് മുൻ പ്രസ് സെക്രട്ടറി പറയുന്നു. ഇത് മുഖ്യമന്ത്രി കാണിച്ച ആരോപണത്തെ പ്രതിരോധിക്കാനുള്ള തന്ത്രം മെനഞ്ഞു. എന്നാൽ മടങ്ങാൻ തുടങ്ങുമ്പോൾ ഉടനെ അത് ലാപ്ടോപ്പിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ ഒരാൾ ആവശ്യപ്പെട്ടെന്ന് ചാക്കോ വെളിപ്പെടുത്തുന്നു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ മാറ്റി നിർത്തി കേരളത്തിന് ഒരു ചരിത്രമില്ലെന്ന് വിശദീകരിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് പി.ടി. ചാക്കോ രചിച്ച ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ജീവചരിത്രം വിസ്മയതീരത്ത് എന്ന പുസ്തകം സൂര്യ കൃഷ്ണമൂർത്തിക്ക് നൽകി പ്രകാശനം ചെയ്തത്. ജനങ്ങളുമായി ഇഴുകിച്ചേർന്ന ഭരണാധികാരിയായിരുന്നു ഉമ്മൻചാണ്ടി. തങ്ങൾക്ക് മാതൃകയാക്കാൻ കഴിയുന്നതിനും അപ്പുറത്തുള്ള നേതാവാണ് അദ്ദേഹം. ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന പ്രകൃതം. നിയമപരമായ തടസ്സങ്ങൾക്ക് പോലും തീർപ്പുണ്ടാക്കുന്നതും പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്നതും അത്രമേൽ വേഗത്തിലായിരിക്കും. മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും അടുത്തു നിന്ന് കണ്ട അപൂർവ സന്ദർഭങ്ങളാണ് പി.ടി. ചാക്കോ പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു.